കരയുന്നെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ട ഉടനെ നോട്ടീസും അടിക്കാം. സാധാരണ അവനാണ് കുഴപ്പം ഉണ്ടാക്കി വെക്കുന്നത്. ഇപ്പൊ നീ തുടങ്ങിയല്ലേ? ബാക്കി എവിടെയെങ്കിലും കിട്ടുന്ന വെച്ചിട്ട് ആരെങ്കിലും പറഞ്ഞാൽ ചാടി ബാക്കി പരീക്ഷ നടന്നു. അത് ഉടനെ അടുത്ത ആള് പൈസ ഇരട്ടിപ്പ്. അളിയെ ജോലി ചെയ്യാതെ കിട്ടുന്ന പൈസ ആപത്തിലേക്ക് നയിക്കും. അത് മനസ്സിലായിക്കൂടെ? പത്രം വായിക്കൂലേ നീ? നാട്ടിൽ ഇറങ്ങി നടക്കൂലേ? അപ്പൊ ഓരോ വാർത്തകൾ ഓരോരുത്തർ പറഞ്ഞ് കേട്ടു ഞങ്ങൾക്ക്. പണിയെടുത്ത് തിന്നാന്ന് പറഞ്ഞ ഇവനെ അറിയില്ലോ. എത്ര കണ്ടാലും എത്ര കേട്ടാലും മലയാളികൾ പഠിക്കൂലെന്നുള്ളത്. എവിടെയെങ്കിലും ഒരു 10 രൂപ കൂടുതലിട്ടേ ഉടനെ അവിടെ കൊണ്ട് കൊടുക്കുക. എന്റെ മാല എന്തേടി? എടി നിന്റെ മാല എന്ത് ചെയ്യുന്നു? ആകെ ഒരു പൊടി ഉണ്ടായിരുന്നു, അതും തീർന്നു. എല്ലാം കൊണ്ട് തൊലച്ചല്ലേ നീ? ഇത് എത്ര വന്നാലും പഠിക്കൂലെന്നുള്ളതാണ്. 1 അല്ല 2 അല്ല 3 അല്ല 10 അല്ല. ഫ്ലാറ്റിൽ പോണല്ലേ നീ? 12 അല്ല മേളിൽ പോയിട്ട് കാറ്റ് കൊള്ളാൻ റിവർ വ്യൂ അവള് പറഞ്ഞു. ബ്രേസ്ലെറ്റ് എന്ത് ചെയ്ത് തിരിച്ചു മേടിച്ചല്ലേ? അളിയാതെ അങ്ങനെയാണ്. അവരാദ്യം ചെറുത് തരും, അപ്പൊ നമ്മൾ കൂടുതൽ കൊടുക്കും, അപ്പൊ അവർ അതിന്റെ കൂടുതൽ തരും, എന്നിട്ട് മൊത്തത്തെ അങ്ങ് പിടിച്ചു മേടിക്കും. ഇത് എത്ര കാലം കൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പുകളാണിത്. നിങ്ങൾ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചൂടെ? നിങ്ങൾക്ക് ഞാൻ വലിയ വലിയ ആളൊന്നുമല്ല, പക്ഷെ എനിക്ക് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. എടുത്തു ചാടരുത് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്ത് കൂടെ ചാടണ്ടേ? നോട്ടീസൊക്കെ അടിച്ചിറക്ക്. എന്നിരിക്കുന്ന ഉള്ള പൈസ കൊടുത്തിട്ട് നീ ചിരിക്കല്ലേ വേണ്ടത്? അതാണ് അയൽവക്കാര് മുടിച്ചിരിക്കല്ലേ നാത്തൂനും അളിയനൊക്കെ. അതല്ലേട്ടാ, ഇവരൊക്കെ ചേർന്ന് പൈസ ഉണ്ടാക്കിയപ്പോഴേ ഞാനും അതിന് ചേർന്നേട്ടാ. ഞാനെന്റെ വള ഒരു പണയം വെച്ച് പോയത് പോട്ടെ, ഇനി അവളെ തച്ചിട്ട് കാര്യമാണ്. തച്ചിട്ട് ഒരു കാര്യമെന്ന് എനിക്കറിയാം, തച്ചത് ശരിയായില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇനി ഇത് ചെയ്യരുത്. അതിനാണ് ഈ അടി. ഇനി മേലിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് എടുത്ത് ചാടരുത്. മനസ്സിലായ? എത്ര പ്രാവശ്യം പറഞ്ഞല്ലേ? ഒരു തരത്തിൽ കേൾക്കില്ല. എത്ര കിട്ടിയാലും പഠിക്കില്ല.